നമസ്കാരം. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. 60% വരെയാണ് ഫീസ് നിരക്കുകളിൽ ഉണ്ടാവുന്ന കുറവെന്ന് പറയുന്നത്. 80 ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളെ പെർമിറ്റ് ഫീസിൽ നിന്ന് കഴിഞ്ഞ വർഷം സർക്കാർ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. 81 സ്ക്വയർ മീറ്റർ മുതൽ 300 സ്ക്വയർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് ചുരുങ്ങിയത് 50% പെർമിറ്റ് ഫീസ് കുറയ്ക്കുന്ന രീതിയിലാണ് പുതിയ നിരക്ക്. കോർപ്പറേഷനിൽ 81 മുതൽ 150 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് 60 കുറയ്ക്കുകയും പുതിയ നിരക്കുകൾക്ക് ആഗസ്റ്റ് 1 മുതൽ നിലവിൽ വരുമെന്നും MP രാജേഷ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. മാത്രമല്ല, ഗ്രാമപഞ്ചായത്തുകളിൽ 81 മുതൽ 150 സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് സ്ക്വയർ മീറ്ററിന് 50 രൂപയിൽ നിന്ന് 25 രൂപയായി കുറയ്ക്കുകയും ചെയ്യും. മുനിസിപ്പാലിറ്റികളിലെ നിരക്ക് 70-ൽ നിന്ന് 35ആയും കോർപ്പറേഷനിൽ 100-ൽ നിന്ന് 40 രൂപയുമാണ് കുറയ്ക്കുന്നത്. 151 മുതൽ 300 സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ ഫീസ് പഞ്ചായത്തുകളിൽ സ്ക്വയർ മീറ്ററിന് 100 രൂപ എന്നതിൽ നിന്ന് 50ആയും മുനിസിപ്പാലിറ്റികളിൽ 120-ൽ നിന്ന് 60 രൂപയായും കോർപ്പറേഷനിൽ 150-ൽ നിന്ന് 70 രൂപയുമാണ് ഇപ്പോൾ കുറയ്ക്കുന്നത്. 300 സ്ക്വയർ മീറ്ററിന് മുകളിലുള്ള വീടുകളുടെ നിരക്ക് പഞ്ചായത്തുകളിൽ 150-ൽ നിന്ന് 100 രൂപയായി കുറയ്ക്കുകയും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും 200-ൽ നിന്ന് 150 ആകുകയും ചെയ്യും. വ്യവസായ വാണിജ്യ കെട്ടിടങ്ങളുടെ നിരക്കിലും 58% വരെ കുറവ് വരുത്തിയിട്ടുണ്ട്. 2023 ഏപ്രിൽ 1-ന് മുമ്പ് താമസം, മറ്റുള്ളവ എന്നീ 2 വിഭാഗങ്ങളായിരുന്നു നിലവിലുണ്ടായിരുന്നത്. എല്ലാ വിസ്തീർണത്തിനും ഒരേ നിരക്കായിരുന്നു ബാധകമായിരുന്നത്. എന്നാൽ 2023 ഏപ്രിൽ 1-ന് കെട്ടിടങ്ങളെ വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ 3 സ്ലാബുകളാക്കി തിരിച്ച് വ്യത്യസ്ത നിരക്ക് ഏർപ്പെടുത്തുകയും താമസം, വ്യവസായം, വാണിജ്യം, മറ്റുള്ളവ എന്നീ 4 വിഭാഗങ്ങളായും കെട്ടിടങ്ങളെ തരംതിരിച്ച് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ വ്യത്യസ്തമായ നിരക്കാണ് ഏർപ്പെടുത്തിയത്. ഈ ക്രമീകരണം തുടർന്നു പോരുക തന്നെ ചെയ്യും. കേരളത്തിൽ നിലവിലുള്ള പെർമിറ്റ് ഫീസ് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ പെർമിറ്റ് ഫീസാണ് എന്ന വസ്തുത നിലനിൽക്കെ തന്നെയാണ് സർക്കാർ ജനങ്ങളുടെ ആവശ്യം മുൻനിർത്തി ഫീസ് പകുതിയിലേറെ കുറയ്ക്കാൻ തയ്യാറായത്. നികുതി റിബേറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒടുക്കേണ്ട ഒരു വർഷത്തെ വസ്തുനികുതി സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ മാസം, അതായത് ഏപ്രിൽ 30-നകം ഒടുക്കുകയാണെങ്കിൽ 5% റിബേറ്റ് അനുവദിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിലൊരു ഇളവ് നികുതിദായകർക്ക് നൽകുന്നത്. തനത് വരുമാനം എന്തിനു കൂട്ടണമെന്ന കാര്യത്തിലുള്ള കാരണങ്ങൾ ഇവയാണ്. നാമമാത്രമായ പെർമിറ്റ് ഫീസായിരുന്നു മുൻപുണ്ടായിരുന്നത്. കാലാനുസൃതമായി പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിക്കാത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെയും വരുമാനത്തെയും കാര്യമായി ബാധിച്ചപ്പോഴാണ് സർക്കാർ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിക്കാൻ തീരുമാനമെടുത്തത്. കേരളത്തിലെ നഗരസഭകളുടെ വരുമാനം സംസ്ഥാന GDP-യുടെ അനുപാതത്തിൽ വർദ്ധിക്കണമെന്നത് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ നിബന്ധനയാണ്. ഈ വരുമാനത്തിന്റെ തോത് കൈവരിച്ചില്ല എന്ന കാരണത്തെ മുൻനിർത്തി 24 നഗരസഭകളുടെ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് CAG-യും സംസ്ഥാന ധനകാര്യ കമ്മീഷനും നിരന്തരം ആവശ്യപ്പെട്ടിട്ടുമുണ്ടായിരുന്നു. പ്രളയം പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ, കോവിഡ് പോലുള്ള മഹാമാരികൾ എന്നിവ കാരണമുള്ള അധിക ചെലവും വരുമാന ശോഷണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ കാര്യമായി തന്നെ ഇപ്പോഴും ബാധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കാലത്തിനനുസരിച്ചുള്ള നവീനമായ വികസന ആവശ്യങ്ങൾ നിറവേറ്റാൻ സാമ്പത്തികമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുക എന്നത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം കൂടിയാണ്. ഈ വസ്തുതകളുടെയും നിർദ്ദേശങ്ങളുടെയും നഗരസഭകളുടെ ആവശ്യത്തിന്റെയും ഭാഗമായാണ് സർക്കാർ തനത് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വിവിധ നടപടികളിലേക്ക് കടന്നത്. പെർമിറ്റ് ഫീസ് ആർക്ക് എന്നുള്ളത് പെർമിറ്റ് ഫീസായി ലഭിക്കുന്ന പണത്തിൽ നിന്ന് 1 രൂപ പോലും സർക്കാരിന് ലഭിക്കുന്നില്ല എന്നതാണ് ഒരു വസ്തുത. ഇത് മുഴുവനായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് ലഭിക്കുന്നത്. പ്രാദേശികമായ വികസന പ്രവർത്തനങ്ങൾക്കാണ് ഇത് ചെലവഴിക്കുന്നത്. പുതുക്കിയിട്ടുള്ള പെർമിറ്റ് ഫീസ് വഴിയുള്ള തനത് വരുമാന വർധനവിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 177.9 കോടിയുടെ അധിക വരുമാനമാണ് ലഭിച്ചത്. ഇത് പ്രാദേശികമായ വികസന പ്രവർത്തനങ്ങൾക്കാണ് പൂർണ്ണമായും ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് വരുമാനത്തിലെ വർധന ആത്യന്തികമായി ജനങ്ങളുടെ പശ്ചാത്തല സൗകര്യവും ക്ഷേമവും വർദ്ധിക്കുന്നതിനാണ് പ്രയോജനപ്പെട്ടതെന്ന് നമുക്ക് പറയാനാകും. സമയബന്ധിതമായി പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിക്കണമെന്നത് എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഒരു ആവശ്യമായിരുന്നു. കാരണം പല സ്ഥാപനങ്ങൾക്കും ദിവസേനയുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കാര്യങ്ങൾ നിർവഹിക്കാൻ സർക്കാർ ഗ്യാപ് ഫണ്ട് നൽകേണ്ടി വരികയും ചെയ്തു. വിവിധ നടപടികളിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശാക്തീകരിച്ചതിലൂടെ ഗ്യാപ് ഫണ്ട് ആവശ്യമായി വന്നിരുന്നു. പഞ്ചായത്തുകളുടെ എണ്ണം 2023-24 68-ൽ നിന്ന് 2023-24 45 കുറയുകയാണ് ഉണ്ടായത്. മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 10-ൽ നിന്ന് 6 ആയിട്ടാണ് കുറഞ്ഞത്.
പെർമിറ്റുകൾ വേഗത്തിൽ ലഭിക്കുന്നില്ല എന്ന പരാതി വ്യാപകമായി ഉയർന്നു വന്നിരുന്ന ഒരു കാര്യം കൂടിയായിരുന്നു. എന്തായാലും അതിനിപ്പോൾ ഒരു മാറ്റം വന്നിട്ടുണ്ട്. നഗരങ്ങളിൽ 300 ചതുരശ്ര മീറ്റർ വരെയുള്ള ലോ റിസ്ക് കെട്ടിടങ്ങൾക്ക് സെൽഫ് സർട്ടിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ തത്സമയം പെർമിറ്റ് നൽകാൻ കഴിഞ്ഞ ഏപ്രിൽ 1 മുതൽ അവർ സംവിധാനം ഒരുക്കുകയും ചെയ്തിരുന്നു. ജനുവരി 1 മുതൽ കെ സ്മാർട്ടിൽ ഈ സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തു. കെ സ്മാർട്ടിലൂടെ കഴിഞ്ഞ 6 മാസം കൊണ്ട് മാത്രം 8807 പെർമിറ്റുകളാണ് മിനിറ്റുകൾക്കകം ഇങ്ങനെ സെൽഫ് സർട്ടിഫിക്കേഷൻ അടിസ്ഥാനത്തിൽ നൽകിയത്. ഇത് നിർമ്മാണ മേഖലയ്ക്ക് തിരിച്ചടിയായോ എന്നത് പെർമിറ്റ് ഫീസ് പരിഷ്കരിച്ചത് നിർമ്മാണ മേഖലയെ ഒരു തരത്തിലും ദോഷകരമായി ബാധിച്ചിട്ടില്ലെന്നുള്ളത് കണക്കുകൾ നോക്കുമ്പോൾ വ്യക്തമായ കാര്യമാണ്. 2022-23 ഗ്രാമപഞ്ചായത്തുകളിൽ നിന്ന് അനുവദിച്ച പെർമിറ്റുകൾ 3,28,518 ആയിരുന്നെങ്കിൽ 2023-24 ഇത് 3,59,331 വർദ്ധിക്കുകയായിരുന്നു. 30,813 പെർമിറ്റുകൾ അഥവാ 9.37% വർധനമാണ് ഇതിന്റെ എണ്ണത്തിലുണ്ടായത്. നഗരങ്ങളിലെ പെർമിറ്റുകൾ ഒരു സാമ്പത്തിക വർഷം കൊണ്ട് 20,311 നിന്ന് 40,401 വർദ്ധിച്ചു. ഇത് ഇരട്ടിയോളം വർധനവെന്ന് തന്നെ പറയാം. വൻകിട കെട്ടിടങ്ങളുടെ എണ്ണത്തിലും വൻ വർധനയാണെന്ന് കേറ്റയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 2022 159 പ്രോജക്റ്റുകൾ മാത്രം രജിസ്റ്റർ ചെയ്തപ്പോൾ 2023 ഇത് 211 വർദ്ധിക്കുകയും 32.7% വർധനമാണ് അതിൽ നിന്നും ഉണ്ടായത്. ഇത് 2023 മാത്രം രജിസ്റ്റർ ചെയ്തത് 6,800 കോടിയുടെ വൻ ഭവന സമുച്ചയങ്ങളാണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. 5 വർഷം കൂടുമ്പോൾ 25% വസ്തുനികുതി വർദ്ധിപ്പിക്കണമെന്നത് ധനകാര്യ കമ്മീഷന്റെ ശുപാർശയും നേരത്തെ ആക്ടിലുണ്ടായിരുന്ന വ്യവസ്ഥയുമാണ്. വരുമാനത്തിൽ വർധനവില്ലെങ്കിൽ സംഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നുവല്ലോ. ഈ വർധന ഒഴിവാക്കാനാവാത്തതാണ്. 2018 ഏപ്രിലിൽ നടപ്പാക്കേണ്ടിയിരുന്ന നികുതി പരിഷ്കരണം കോവിഡും 2 പ്രളയങ്ങളും മൂലം മാറ്റിവെച്ച് 2023 സർക്കാർ നടപ്പിലാക്കിയത്. 25% ഒറ്റയടിക്ക് വർധന എന്നത് ആക്ടിൽ ഭേദഗതി വരുത്തി ഓരോ വർഷവും 5% വീതമാക്കി സർക്കാർ ചുരുക്കുകയായിരുന്നു. ഒറ്റയടിക്ക് 25% വർദ്ധിക്കുന്നതിന് പകരം ഇങ്ങനെ ചെയ്യുമ്പോൾ ആദ്യ വർഷം 20%വും തുടർന്നുള്ള വർഷങ്ങളിൽ 15, 10, 5% വീതവും നികുതിദായകന് കുറവ് ലഭിക്കുന്നതുമായിരിക്കും. ഉദാഹരണത്തിന് 1000 രൂപ നികുതിയുള്ള ഒരാളിന് 25% വർധനവിലൂടെ തൊട്ടടുത്ത വർഷം തന്നെ 1250 രൂപ നികുതി അടയ്ക്കേണ്ടി വരുന്നു എന്നതും, പ്രതിവർഷം 5% വർധനവിലൂടെ ഈ വർഷം 1050 രൂപ മാത്രമേ അടയ്ക്കേണ്ടി വരുന്നുള്ളൂ എന്നതും, 5 വർഷത്തെ കണക്കെടുത്താലും 500 രൂപയുടെ കുറവ് നികുതിയിൽ ഇങ്ങനെ ഗുണഭോക്താവിന് ലഭിക്കുകയാണ് ചെയ്യുന്നത്. നികുതിയായി ലഭിക്കുന്നതിൽ നിന്ന് 1 രൂപ പോലും സർക്കാരിനില്ല എന്നതാണ് ഒരു വസ്തുത. പൂർണ്ണമായും ഈ തുക പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾക്കുമാണ് പ്രയോജനപ്പെടുത്തുന്നത്.